الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ ദുൽഖഅദ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് ദുൽഖഅദ മാസം എന്നുള്ളത്. അൽ ഹജ്ജ് അശ്ഹറും മഅലൂമാത്ത്, അറിയപ്പെട്ട മാസങ്ങളിലാണ് ഹജ്ജ് കർമ്മം എന്നുള്ളതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന 3 മാസങ്ങളാണ് ദുൽഖഅദയും ദുൽഹജ്ജയും അതുപോലെ തന്നെ മുഹറം. പരിശുദ്ധമായ മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി ഹാജിമാർ മക്കയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മക്ക രാജ്യവും അതിന്റെ ചരിത്രവും അവന്റെ വിശ്വാസവും അതുപോലെ തന്നെ അവന്റെ ഒരു വൈകാരികമായ ബന്ധമുള്ള ഒരു നാടുകൂടിയാണ് മക്ക രാജ്യം എന്നുള്ളത്. ആദ്യത്തെ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങുകയും താമസിക്കുകയും അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 5 നേരവും അവൻ മുഖം തിരിച്ചുകൊണ്ടിരിക്കുന്ന ഏറെ പവിത്രതയുള്ള ഒരു നാടാണ്, മണ്ണാണ് മക്ക എന്നുള്ളത്. അതിന് വിവിധങ്ങളായ നാമങ്ങളുണ്ട്, പേരുകളുണ്ട്. ഓരോ പേരും
ആ രാജ്യത്തിന്റെ പവിത്രതയും ആ രാജ്യത്തിന്റെ ചരിത്രവും നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. മക്ക എന്നുള്ള പേര് പണ്ഡിതന്മാർ വിശദീകരിച്ച് മക്ക യമുക്കു എന്ന് പറഞ്ഞാൽ ജദബ എന്ന് പറയും. അഥവാ മനുഷ്യന്മാരെ അവിടേക്ക് പിടിച്ചു വലിക്കുന്ന ഒരു രാജ്യമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മുസ്ലിം ആണെങ്കിലും, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഒരു വലിയ ആഗ്രഹമാണ് ആ മക്കയിൽ ഒന്ന് പോകണം, അല്ലെങ്കിൽ ഹജ്ജും ഉംറയൊക്കെ ചെയ്യണം എന്നുള്ളത്. അഥവാ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയം അതിലേക്ക് പിടിച്ചു വലിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ആ രാജ്യത്ത് മക്ക എന്ന് പേര് കിട്ടിയത് എന്ന് ചില ഉലമാക്കൾ അവിടെ ഗ്രന്ഥങ്ങൾ വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ തന്നെ മക്കൾക്ക് ബക്ക എന്ന് പേരും വന്നിട്ടുണ്ട്. ബക്ക എന്ന് പറഞ്ഞാൽ തിരക്കുള്ള രാജ്യം, തിരക്കുള്ള നാട് എന്നൊക്കെയാണ് അതിന്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ഏതൊരു സന്ദർഭത്തിലും ഏതൊരവസ്ഥയിലും രാപ്പകൽ വ്യത്യാസമില്ലാതെ ആളുകൾ അവിടെ തവാഫും അതുപോലെ തന്നെ സഅയ്കളും നടത്തിക്കൊണ്ടിരിക്കുന്ന, 24 മണിക്കൂറും രാപ്പകൽ ഭേദമന്യേ സജീവമായി നിലനിൽക്കുന്ന ഒരു രാജ്യവും ഒരു സ്ഥലവും ലോകത്തുണ്ടെങ്കിൽ അത് മക്ക രാജ്യമായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും വൈകാരികമായി കൊണ്ട് ബന്ധമുള്ള ഒരു നാട് കൂടിയാണ് മക്ക. മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാന രാജ്യം കൂടിയാണ് മക്ക എന്ന് പറയുന്നത്. കാരണം ആദ്യ മനുഷ്യൻ ഇറങ്ങുകയും ആദ്യത്തെ പള്ളി നിർമ്മിക്കപ്പെടുകയും ചെയ്ത സ്ഥലം, ആ സ്ഥലത്തെയാണ് മുസ്ലിമുകൾ ഏറ്റവും പരിശുദ്ധമായ ഭൂമിയായിക്കൊണ്ട് ഗണിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ലോകത്ത് മറ്റൊരു മതവിശ്വാസികൾക്കും അവകാശപ്പെടാനില്ലാത്ത വലിയൊരു പ്രത്യേകതയും വലിയൊരു ചരിത്രവുമാണ് യഥാർത്ഥത്തിൽ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിലുള്ളത്. കാരണം ലോകത്തെ ആദ്യത്തെ ഭവനം, ആദ്യത്തെ ആരാധനാ കേന്ദ്രം, അത് തൗഹീദിന് വേണ്ടി പണി കഴിപ്പിക്കപ്പെട്ടതാണ്. അത് ഇന്നും സംരക്ഷിക്കുന്നവർ മുസ്ലിമീങ്ങളാണ്, മുസ്ലിമീങ്ങളുടെ കൈവശമാണ് ഉള്ളത് എന്നുള്ളത്. എന്തായിരുന്നു ഈ മനുഷ്യന്മാരുടെ ചരിത്രത്തിലെ ആദർശത്തിന്റെ ചരിത്രം എന്താണ് എന്നും ആദിമ മനുഷ്യന്റെ ആദർശം എന്തായിരുന്നു എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. മക്ക രാജ്യം ഒരുപാട് പവിത്രതകളും പുണ്യങ്ങളുള്ള നാടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയിലെ സ്ഥലം അത് മക്കയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ഇന്നക ലഖൈറു അർളില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകാൻ നേരത്ത് മക്കയെ നോക്കിക്കൊണ്ട് പറഞ്ഞ വാചകങ്ങൾ ഇമാം തിർമിദി ഉദ്ധരിക്കുകയാണ്. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, മക്ക നിങ്ങളാണ് ലഖൈറു അർളില്ലാഹ്, നീ തന്നെയാണ് ഭൂമിയിലെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ ഖൈറുള്ള സ്ഥലം. വഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അള്ളാഹുവിന്റെ ഖൈറുകൾ ഏറ്റവും കൂടുതൽ ഉള്ളതുമായ ഭൂമി അത് മക്കയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയും ലോകത്തെ ഏറ്റവും കൂടുതൽ ഖൈറും ബർക്കത്തുമുള്ള സ്ഥലവും അത് മക്ക രാജ്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഏറ്റവും ഇഷ്ടമുള്ള ഭൂമി മക്ക തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചു. പക്ഷേ അവിടുന്ന് തന്റെ സമുദായം അദ്ദേഹത്തെ പുറത്താക്കി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ട് മദീനയിലേക്ക് അല്ലെങ്കിൽ മക്കയിൽ നിന്ന് പുറത്തേക്ക് യാത്ര പോയിട്ടുള്ളത്. ആ ഹിജ്റയുടെ വേളയിൽ തന്നെ പ്രവാചകൻ പറഞ്ഞൊരു വാചകം കാണാം, മാ അത്യബക മിൻ ബലദിൻ, നീ എത്ര നല്ല, എത്ര ത്വയ്യിബായ ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ വഹബ്ബകിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യമാണിത്. വലൂല അന്ന ഖൗമി അഖറജൂനി മിൻകി മാ സക്കൻതു ഗൈറകി, എന്റെ സമുദായം എന്നെ ഈ നാട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ നാട്ടിലല്ലാതെ മറ്റൊരു നാട്ടിലും ഞാൻ ഒരിക്കലും ജീവിക്കുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഒരിക്കലും പുറത്തു പോകൂല, ഇവിടെ തന്നെയാണ് ജീവിച്ചു മരിക്കാൻ എനിക്ക് ആഗ്രഹമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. പക്ഷേ ചില അനിവാര്യതകൾ, ചരിത്രത്തിന്റെ ചില തേട്ടങ്ങൾ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പുറത്തേക്ക് പോയി. എന്നിട്ട് പ്രവാചകൻ രണ്ടിലധികം തവണ പ്രവാചകൻ മക്കയിലേക്ക് വന്നിട്ടുണ്ട്. ഉംറത്തുൽ ഖളായിൽ വന്നിട്ടുണ്ട്,
വേറെ ചില ഉംറകൾക്ക് വന്നിട്ടുണ്ട്, മക്കം ഫത്തിന് വന്നിട്ടുണ്ട്. എന്നാലും പ്രവാചകൻ അവിടെ അല്ല താമസിച്ചത്. കാരണം ഹിജ്റ പോയി കഴിഞ്ഞാൽ പിന്നീട് ഹിജ്റ പോയ സ്ഥലത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഈ മക്ക രാജ്യത്തിന്റെ പവിത്രത അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽക്കുന്നല്ല, ആദം നബിയുടെ കാലം മുതൽക്കും അത് മുതൽക്കുമല്ല, ലോകത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഭൂമിയും സംവിധാനങ്ങളും ആകാശങ്ങളും എന്ന് മുതൽക്ക് തന്നെ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ടോ അന്ന് മുതൽക്ക് തന്നെ മക്ക രാജ്യത്തിന് പവിത്രത ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഇന്ന ഹാദൽ ബലദ ഹറമഹു അല്ലാഹു യൗമ ഖലഖ അല്ലാഹു സമാവാതി വൽ അർദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അന്ന് മുതൽക്കു തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മക്ക രാജ്യത്തെ പവിത്രമാക്കിയിട്ടുണ്ട്. ഫഹുവ ഹറാമുൻ ബിഹുർമതിഹി ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ വരെ ഒരു പ്രത്യേക സമയം വരേക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന സമയം വരേക്കും അത് അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് സൂറത്തുൽ നംലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദ അല്ലദീ ഹറമഹാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ പവിത്രമാക്കിയ ഈ രാജ്യത്തിന്റെ ഈ നാടിന്റെ റബ്ബിനെ നീ ആരാധിക്കുവാൻ വേണ്ടി ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അഥവാ ഈ നാടിനെ ഹറാമാക്കിയ പവിത്രമാക്കിയ ഈ നാടിന്റെ റബ്ബായ പടച്ച റബ്ബിനെ ആരാധിക്കുവാൻ വേണ്ടി ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂറത്തുൽ നംലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. മാത്രമല്ല ആ രാജ്യത്തിന്റെ പ്രത്യേകത മറ്റു മണ്ണുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. അവിടെ മരം മുറിക്കാൻ പാടില്ല, ലാ യുഅദ്ദു ശൗഖുഹു, അവിടുത്തെ മുള്ളു പോലും പറിക്കാൻ പാടില്ല, വലാ യുൻഫറു സ്വൈദുഹു, അവിടെ മൃഗങ്ങളെ ഓടിപ്പിക്കാൻ അഥവാ വേട്ടമൃഗത്തെ ഒരിക്കലും വിരട്ടി ഓടിപ്പിക്കാൻ പാടില്ല. ഒരു വസ്തു കളഞ്ഞു കിട്ടിയാൽ പോലും വലാ യൽതഖിതു ലുഖ്തഹ, അതിന്റെ ഏതെങ്കിലും വസ്തുക്കൾ അവിടെ താഴെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ പാടില്ല. ഇല്ലാ മിൻ അറഫഹ, അത് മറ്റൊരാൾക്ക് പരസ്യപ്പെടുത്തി അയാൾക്ക് എത്തിക്കണമെന്ന ഉദ്ദേശത്തിലല്ലാതെ എന്ത് വസ്തുവാണെങ്കിൽ പോലും. സാധാരണ ലുഖ്തത്ത് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളല്ലാത്ത മറ്റു വീണുപോയ വസ്തുക്കൾക്കാണ് ലുഖ്തത്ത് എന്ന് പറയാ. മൃഗങ്ങളാണെങ്കിൽ വാല്ലത്ത് എന്നാണ് സാധാരണ പറയാ. അപ്പൊ ചെറിയ വസ്തുക്കൾ ഹറമിന്റെ ഉള്ളിലാണെങ്കിൽ വലിയ മസ്ജിദുൽ ഹറാമിലാണെങ്കിലും അവിടെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് എത്തിക്കണമെന്ന ഉദ്ദേശത്തിൽ എടുത്ത് പരസ്യപ്പെടുത്താനല്ലാതെ ആ വസ്തു ഒരിക്കലും എടുക്കാൻ പോലും പാടില്ല. അത്രയും പവിത്രമായ ഒരു മണ്ണായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിയിട്ടുള്ള മണ്ണാണ് മക്ക രാജ്യം. ഇതൊക്കെ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് മാത്രം അവകാശപ്പെടാനുള്ള ഒരു സംഗതി മാത്രമാണ്. വേറെ ഒരു മതപ്രസ്ഥാനത്തിന്റെയും അവിടെ പുണ്യഭൂമിയാകട്ടെ പവിത്ര ഭൂമിയാകട്ടെ ഇത്ര പരിശുദ്ധത്തിന് ഇല്ലെന്ന് മാത്രമല്ല, പലപ്പോഴും ഈ പറയപ്പെട്ട രൂപത്തിലൊന്നും അവിടെ മതദർശനങ്ങളിൽ നമുക്ക് കാണുവാൻ പോലും സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ നാടാണ് മക്ക രാജ്യം. വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. ഈ നിർഭയത്വമുള്ള നാടിനെ തന്നെയാണ് സത്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ നിർഭയരായി നടക്കുന്നതും ജീവജാലങ്ങൾക്ക് പോലും നിർഭയത്വമുള്ള ഒരു മണ്ണാണ് യഥാർത്ഥത്തിൽ മക്ക രാജ്യം. ആ രാജ്യത്തെ സംബന്ധിച്ച് അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട് സൂറത്തു തീനിൽ. സൂറത്ത് ബലദിൽ കാണാം, ലാ ഖുസ്മു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. നബിയെ, നിങ്ങൾ ഈ നാട്ടിൽ സ്വതന്ത്രനാണ്, ആരെയും പേടിക്കാതെ ഒരു വസ്തുവിനെയും പേടിക്കാതെ നടക്കുന്ന ഒരു രാജ്യമായിക്കൊണ്ട് മക്ക രാജ്യത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും നിർഭയത്വമുള്ള നാടുകൾ നമ്മൾ ഗൂഗിളിലോ മറ്റൊക്കെ സെർച്ച് ചെയ്തൊക്കെ കാണാം. അതിൽ മക്ക രാജ്യമുണ്ട്, അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ പല പട്ടണങ്ങളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് അല്ലെങ്കിൽ പ്രവാചകൻ ജീവിച്ച ആ നാടുകൾ തന്നെയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും സുരക്ഷിതത്വമുള്ള നാടായി അന്നും ഇന്നും അവശേഷിക്കുന്ന രാജ്യങ്ങൾ. നിങ്ങൾ ആലോചിച്ചോക്കണം, വലിയ സൈനിക സന്നാഹങ്ങളും വലിയ സൈനിക ശക്തികളുമുള്ള രാജ്യങ്ങൾ ലോകത്തുണ്ട്. പക്ഷെ ആ സൈനിക ശക്തി ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെയുള്ള ആളുകൾക്ക് ഒരു അമ്ന അല്ലെങ്കിൽ സേഫ്റ്റി പലപ്പോഴും ഇല്ല. കാരണം അവർ ഭയന്നുകൊണ്ടും ഒന്നുകിൽ ശത്രു രാജ്യത്തെ സംബന്ധിച്ചു ഭയം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംബന്ധിച്ചു ഭയപ്പാടോടുകൂടിയാണ് പലപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹ് പറയുന്നു മക്ക രാജ്യം എന്ന് പറഞ്ഞാൽ അത് ബലദുൻ അമീനാണ് എന്ന് പറഞ്ഞാൽ നിർഭയത്വമുള്ള നാടാണ്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാടിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ആ നാടിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്കറിയാം. ഇബ്രാഹിം നബിയുടെ ചരിത്രത്തില് മക്കയുമായി കൊണ്ട് വലിയ ബന്ധമെന്ന് പിന്നീട് വിശദീകരിക്കാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നാടിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇത് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന.
പടച്ചോനെ ഈ നാടിന് നീ ഒരു നിർഭയത്വമുള്ള നാടാക്കി മാറ്റണം. ആളുകൾക്ക് ഭയപ്പാടില്ലാതെ അല്ലെങ്കിൽ ആളുകൾക്കൊരു പേടിയുമില്ലാതെ ഇവിടെ വരാനും ഇബാദത്തുകൾ ചെയ്യാനും ഹജ്ജ് കർമ്മം നിർവഹിക്കാനും ഉംറ നിർവഹിക്കാനും ഇവിടെ താമസിക്കാനും ഒക്കെ ഉള്ള ഒരു നിർഭയത്വമുള്ള മണ്ണാക്കി അള്ളാഹുവെ ഈ നാടിന് നീ മാറ്റണം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതായിക്കൊണ്ട് സൂറത്ത് ഇബ്രാഹിമിൽ പറയാൻ. വീണ്ടും അതിന് ശേഷം അള്ളാഹു പറഞ്ഞു ഫജ്അൽ അഫ്ഇദത്തൻ മിനന്നാസി തഹ്വി ഇലൈഹിം. ഈ നാട് തന്റെ മക്കൾ അവിടെ വിട്ടേച്ചു കൊണ്ടുപോകും ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. ഈ നാടിലേക്ക് മനുഷ്യന്മാരുടെ ഹൃദയത്തെ നീ തിരിച്ചു വെക്കണം എന്ന് പറഞ്ഞ എല്ലാ മുസ്ലിമീങ്ങളും എല്ലാ ആളുകളും ഈ നാടിനെ കൊതിക്കുന്ന അവിടെ ഹൃദയങ്ങളിൽ കൊണ്ടു നടക്കുന്ന ഹൃദയം കൊണ്ട് കൊതിക്കുന്ന ഒരു നാടാക്കി മാറ്റി നീ രാജ്യത്തെ നീ മാറ്റണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകത്ത് ഏതൊരു മുസ്ലിമും കൊതിക്കുന്ന ഒരു കാര്യമാണ് ആ നാട്ടിലൊന്ന് പോകണം, അവിടുത്തെ ഇബാദത്തുകളൊക്കെ ഒന്ന് ചെയ്യണം, മസ്ജിദുൽ ഹറാം കാണണം, അല്ലെങ്കിൽ കഅബയെ ത്വാഫ് ചെയ്യണം, ഹജ്ജ് ഉംറ നിർവഹിക്കണം. ഇതൊക്കെ ഒരു മുസ്ലിമിന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആഗ്രഹമാണ്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥനയുടെ ഫലം കൂടി ഉണ്ടായതാണ്. മാത്രമല്ല വർസുഖ്ഹും മിനസ് സമറാത്ത്, അല്ലാഹുവേ എല്ലാവിധ ഫലങ്ങളിൽ നിന്നും എല്ലാവിധ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും നീ അവർക്ക് നൽകണം. ഇത് ലോകത്ത് മക്ക രാജ്യത്ത് കിട്ടാത്തൊരു ഫുഡും ലോകത്ത് എവിടെയും കിട്ടൂല. എല്ലാ നാട്ടിലെയും എല്ലാ തരത്തിലുള്ള ഫുഡും സകലമാന വസ്തുക്കളും അവിടെ ലഭ്യമാണ്. വർസുഖ്ഹും മിനസ് സമറാത്ത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ലഅല്ലഹും യഷ്കുറൂൻ, അവർ നന്ദിയുള്ളവരായേക്കാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന കിട്ടിയ ഒരു നാട് കൂടിയാണ് എന്ന് മാത്രമല്ല ആ പ്രാർത്ഥനക്ക് അന്ന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. സൂറത്ത് ഖസസിൽ അല്ലാഹു പറയാൻ അവലം നുമക്കിൻ ലഹും ഹറമൻ ആമിനൻ ഇജ്ബ അലൈഹി സമറാത്തു കുല്ലി ഷൈഇൻ റിസ്ഖാ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമറാത്തുകൾ അവിടേക്ക് വലിച്ചു കൊണ്ടുവരപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും സമറാത്തുകൾ അവിടേക്ക് എത്തുന്ന രൂപത്തിലുള്ള ഒരു ഹറമുൻ ആമിനായിക്കൊണ്ട് നാം ഈ രാജ്യത്തെ മാറ്റിയില്ലേ എന്ന്. അത് അറബികളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാജ്യത്തെ മുശ്രിക്കുകളോട് അല്ലാഹു ചോദിച്ചതാണ്. നിങ്ങളുടെ നാട്ടിൽ വളരെ നിർഭയത്വത്തോടുകൂടി ജീവിക്കുന്നു, എല്ലാ തരത്തിലുള്ള ഫലവർഗങ്ങളും നിങ്ങൾ ആസ്വദിക്കുന്നു, ഇതൊക്കെ ആര് തന്നതാണ്? പടച്ചറബ് തന്നത്. എന്നിട്ട് ആ റബ്ബിനോട് നിങ്ങൾ നന്ദി കാണിക്കുകയാണെന്ന് ചോദിച്ചുകൊണ്ടാണ് അല്ലാഹു ചോദിച്ചത്. ഇത് നമ്മുടെ അടുക്കൽ നിന്ന് റിസ്ഖാണ്, പടച്ച റബ്ബാണ്. ഒരു മരം പോലും ശരിക്കും മുളച്ച് വരാത്ത അത്രയും ഒരു മൊട്ട ഭൂമിയായിട്ടുള്ള ആ രാജ്യത്ത് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാവിധത്തിലുള്ള ഫലവർഗങ്ങളും ഭക്ഷ്യപദാർത്ഥങ്ങളും ഒക്കെ മനുഷ്യർക്ക് ഒരു രാജ്യത്ത് പട്ടിണി കിടക്കാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുമെങ്കിൽ അത് ഹറമുകളാണ് ലോകത്തെ സഹോദരന്മാര്. നിങ്ങൾ ആലോചിച്ചു, ഒരു മനുഷ്യൻ പട്ടിണി കിടന്ന് അല്ലെങ്കിൽ പേടിച്ചിട്ട് ഒരു പട്ടിണി കിടന്ന് മരിക്കുന്നൊരവസ്ഥ ഏതായാലും ഹറമിന്റെ അടുത്ത് മക്ക രാജ്യത്ത് ഒരു മനുഷ്യനും ഇല്ല, യൗമുൽ ഖിയാമ ഉണ്ടാവില്ല. കാരണം അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. അതല്ല ചോദിക്കുന്നത് അവലം നുമക്കിൻ ലഹും ഹറമൻ ആമന യുജ്ബ അലൈഹി സമറാത്തു കുല്ലി ഷൈഇൻ റിസ്ഖൻ മിൻ ലദുന്ന. മാത്രമല്ല ആ നാടിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, അമ്ന നിരക്ഷിപ്പിന്റെ ഏറ്റവും വലിയ നിർഭയത്വമുണ്ട്. ലോകത്തിന്റെ അവസാന കാലമാകുമ്പോൾ ഭയപ്പാടിന്റെ കാലഘട്ടം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഫിത്നകൾ വർദ്ധിക്കും, അതിലേറ്റവും വലിയ ഫിത്നയാണ് ദജ്ജാലിന്റെ ഫിത്ന. പ്രവാചകൻ പറഞ്ഞു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്കുള്ള മനുഷ്യന്മാർക്ക് അതുപോലെ തന്നെ ലോകാവസാനം വരേക്കുമുള്ള മനുഷ്യന്മാരിൽ പിന്നെ കണ്ടിട്ടുള്ള ഏറ്റവും അക്ബർ ഫിത്നത്തിൻ ഫി ദുനിയ, ദുനിയാവിലെ ഏറ്റവും വലിയ ഫിത്ന എന്ന് പറഞ്ഞാൽ മസ്യൂദ് ദജ്ജാലിന്റെ ഫിത്നയാണ്. അതുകൊണ്ടാണല്ലോ എല്ലാ നമസ്കാരത്തിന്റെയും അവസാനത്തിൽ ഒമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ചത്. എല്ലാ പ്രവാചകന്മാരും അതിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ ആ ഒരു വലിയ ഫിത്നയിൽ നിന്ന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് ഹറമുകൾക്കും സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. പ്രവാചകൻ പറയാൻ ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതഹു അദ്ദജ്ജാലു ഇല്ലാ മക്ക വൽ മദീന. ദജ്ജാൽ കാല് വെക്കാത്തൊരു സ്ഥലവും ഭൂമിയിൽ ഉണ്ടാവുകയില്ല, മക്കയും മദീനയും ഒഴികെ. മക്കയിലേക്ക് അവൻ പ്രവേശിക്കുകയില്ല. കാരണം അവിടേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല അലൈഹി മലായികത്തുൻ സ്വാഫിന യഹ്റുസൂനഹ. ആ മക്കക്കും മദീനക്കും സഫുകളായി അണിയണിയായി കൊണ്ട് നിൽക്കുന്ന മലക്കുകൾ സംരക്ഷകരായിക്കൊണ്ടുണ്ട്. അതുകൊണ്ട് മലക്കിന്റെ സംരക്ഷണമുള്ള പ്രത്യേകമായിട്ടുള്ള ഭൂമിയാണ് മക്ക രാജ്യം. ഇതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു താഊൻ പോലെയുള്ള പ്ലേഗ് രോഗം മക്കയിലേക്ക് പ്രവേശിക്കുകയില്ല, മക്കയും മദീനയിലേക്കും പ്രവേശിക്കുകയില്ല. ഇത് മക്കയുടെയും മദീനയുടെയും പ്രത്യേകതയാണ്. അതിന് മലക്കുകൾ സ്വഫായി നിൽക്കുന്ന മലക്കുകളുടെ കാവൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിരിക്കുന്നു. സുമ്മ, എന്നാൽ മദീനയുടെ പ്രത്യേകത, മദീനയിലേക്ക് ദജ്ജാൽ വരും,
ഉഹദ് മലയിൽ കയറി നിൽക്കും. സുമ്മ തർജുഫുൽ മദീന, അങ്ങനെ ദജ്ജാല് ഒന്ന് കുലുക്കും, അങ്ങനെ മദീന ഒന്ന് കുലുങ്ങും. ബിഅഹ്ലിഹാ സലാസ റജഫാത്തിൻ, 3 കുലുക്കങ്ങൾ ആ മദീന ഒന്ന് കുലുങ്ങുമ്പോൾ ഫയഖ്റുജുല്ലാഹു കുല്ല കാഫിരിൻ വ മുനാഫിഖീൻ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാജ്യത്തുള്ള കപടന്മാരെയും അതുപോലെ തന്നെ കാഫിറുകളെയും ഒക്കെ ആ രാജ്യത്ത് നിന്ന് പുറത്താക്കി അവിടെയുള്ള ആളുകൾക്ക് നിർഭയത്വം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം. അപ്പോൾ ഏത് നിലക്ക് നോക്കുകയാണെങ്കിലും പൂർണ്ണമായ നിർഭയത്വമുള്ളൊരു മണ്ണായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹറമുകളെയും പ്രത്യേകിച്ച് മക്ക രാജ്യത്തെ അള്ളാഹു മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇസ്ലാമിന്റെ തുടക്കം അവിടെ നിന്നാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടക്ക കാലഘട്ടം മക്കയിൽ നിന്നാണ്. ആദം നബിയുടെയും തുടക്കം അവിടെ തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. എന്നാൽ ആ ഒരു നിർഭയത്വം, ആ ഒരു കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇസ്ലാമിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? അപരിചിതത്തോടുകൂടിയായിരുന്നു. പ്രവാചകൻ തൗഹീദ് പറഞ്ഞപ്പോൾ ആളുകൾ എതിർത്തു. കാരണം അതവിടെ കാക്കക്കാരന്മാർ മുഖേന കൈമാറി കിട്ടിയ വിശ്വാസ വൈകല്യത്തിനെതിരായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവർ എതിർത്തു. ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ ഗരീബ, ഇസ്ലാം അതൊരു അപരിചിതത്തോടുകൂടിയാണ് തുടങ്ങിയത്, ആ അപരിചിതത്തിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയും ചെയ്യും. ഫത്തൂബാ ലിൽ ഖുറബ, അപ്പോൾ ആദിമ കാലഘട്ടത്തിലുണ്ടായ അപരിചിതത്വത്തിന്റെ ആളുകൾക്ക് മംഗളം, അവർക്ക് സ്വർഗമുണ്ടെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. എന്നിട്ട് പറയാൻ വഹുവ യഅരിസു ബൈനൽ മസ്ജിദൈൻ കമാ തഅരിസുൽ ഹയ്യത്തു ഫീ ജുഹരിഹാ, ഒരു പാമ്പ് ഒരു മാളത്തിലേക്ക് തിരിച്ചു കയറുന്നത് പോലെ ഈമാൻ 2 മസ്ജിദുകൾക്കിടയിലേക്ക് തിരിച്ചു കയറും എന്ന് പറഞ്ഞാൽ അവസാനം ഈമാനുള്ള ആളുകൾ അവിടെ മാത്രം അവശേഷിക്കുന്ന അവസ്ഥ ഉണ്ടാകും. 2 മസ്ജിദുകൾ ഏതാണ്? ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം നവവി അതിന്റെ ശർഹിൽ വിശദീകരിക്കാൻ ഈ മസ്ജിദ് മക്ക വൽ മദീന, മക്കയുടെയും മദീനയുടെയും അഥവാ ഇരു ഹറമുകൾക്ക് ഇടയിൽ മാത്രമായിരിക്കും അന്ന് ഈമാൻ അവശേഷിക്കുന്ന അവസ്ഥയുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ആ രാജ്യത്തിന്റെ പ്രത്യേകത, അവിടെ മനുഷ്യന്മാർ ഒരുപാട് വരുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ സംസ്കാരമുള്ള, വിവിധ മെന്റാലിറ്റിയുള്ള പല രൂപത്തിലുള്ള മനുഷ്യന്മാർ അവിടെ വരും. പക്ഷേ ആരൊക്കെ വന്നാലും അവിടെ വന്നാൽ എല്ലാവരും ചില തിട്ടവട്ടങ്ങൾക്ക് ബാധകമാണ്. അവിടെ ഒരു ദുൽമ ചെയ്യാൻ പാടില്ല. ഇനി അവിടെ നിന്ന് ആരെങ്കിലും വല്ല ദുൽമും ചെയ്താലോ, വമൻ യുരിദ് ഫീഹി ബിൽഹാദിൻ ബിദുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം, വളരെ വേദനയേറിയ ശിക്ഷ അവന് കിട്ടും. അതുകൊണ്ടാണ് അബ്രഹത്തിന് കിട്ടിയത്, അതുപോലെ തന്നെ കഅബ പൊളിക്കാൻ വന്ന ആളുകൾക്ക് കിട്ടിയത്. ഇനി അന്ത്യനാളിന്റെ അവസാനത്തിലും അങ്ങനെ ചില ആളുകൾ വരും കഅബയെ തകർക്കാൻ വേണ്ടി, അള്ളാഹു അവരെ ഭൂമിയിലേക്ക് ആഴ്ത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഹറം അള്ളാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകിയ ഒരു നാടിന് ഫിത്ന ഉണ്ടാക്കാൻ അള്ളാഹ് സമ്മതിക്കൂല. ഇനി അങ്ങനെ ആരെങ്കിലും ഫിത്നകൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, അബ്ഗദു നാസി ഇലല്ലാഹി സലാസ, അള്ളാഹുവിന് ഏറ്റവും ബുഗ്ളുള്ള, അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള ആളുകൾ വർഗം എന്ന് പറയുന്നത് 3 ആളുകളാണ്. അതൊന്ന് മുൽഹിദുൻ ഫിൽ ഹറം, ഹറമിൽ ഇൽഹാദ് നടത്തുന്ന ആളുകൾ. ഇൽഹാദ് പറഞ്ഞ ഉള്ളിലേക്ക് തുറക്കുന്ന പറയും, അഥവാ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന പണിയെടുക്കുക. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ പവിത്രതയ്ക്ക് ഭംഗം വരുത്തുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക. ഇസ്ലാമിനും അതിന്റെ ഹറമുകൾക്കും പവിത്രതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുക, അവിടുന്ന് തോന്നിവാസങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഹറമിന്റെ പള്ളിയിലുള്ളിൽ വെച്ചുകൊണ്ട് ആളുകൾ ഉപദ്രവിക്കുക, ഇതൊക്കെ ഇൽഹാദിന്റെ പരിധിയിൽപ്പെടും. അവിടെ വെച്ചുകൊണ്ട് പോക്കറ്റടിക്കാരൻ നഊദുബില്ല, കഅബയുടെ പരിശുദ്ധമായ ഹറമിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് തോന്നിവാസങ്ങൾ ചെയ്യുന്നവരുണ്ട്. വിശ്വാസം ഹറമിന്റെ ഉള്ളിൽ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള, ഏറ്റവും വെറുക്കപ്പെട്ടവരാണ് അവരെന്ന് പ്രവാചകൻ പഠിപ്പിക്കാൻ. 2ാമത്തെ വിഭാഗം ആരാണ്? ഇസ്ലാം സുന്നത്തുൽ ജാഹിലിയ്യ, ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ ദീനിന്റെ ഉള്ളിലേക്ക് ജാഹിലിയത്തെ കടത്തിക്കൂട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ. ജാഹിലിയത്ത് നിറഞ്ഞ ജാഹിലിയത്തിൽ എന്തൊക്കെയുണ്ട്? വിഗ്രഹാരാധനയുണ്ട്, ശിർക്കുകളുണ്ട്, ബിദ്അത്തുകൾ, അതുപോലെ തന്നെ ഇസ്ലാം നിരക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് കടത്തിക്കൂട്ടാൻ പരിശ്രമിക്കുന്ന ജാഹിലിയത്തിന്റെ സുന്നത്തിനെ ഇസ്ലാമിൽ ആഗ്രഹിക്കുന്ന ആളുകൾ. അതിൽപ്പെട്ടതാണ് ശിർക്കിന്റെ ആചാരങ്ങൾ. നിങ്ങൾ ആലോചിച്ചു, കല്ലിനെ പോലും ആരാധിക്കുന്ന അവസ്ഥ മുസ്ലിം സമുദായത്തിലുണ്ട്, ജാറങ്ങൾ ആരാധിക്കുന്ന അവസ്ഥ ഉണ്ട്. ഇതൊക്കെ ജാഹിലിയത്തിന്റെ സമ്പ്രദായങ്ങളാണ്. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. കാരണം അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ വിഗ്രഹങ്ങളെയും പൊന്തി നിൽക്കുന്ന ഖബറുകളെയും ഒക്കെ തട്ടി നിരപ്പാക്കാണ് പ്രവാചകൻ മക്ക ഫത്ത് ഉണ്ടായപ്പോൾ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്നൊരു ഇസ്ലാമിക രാജ്യം അതിൽ മുസ്ലിങ്ങളുടെ ഷിആറുകളായി അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അടയാളങ്ങളായിക്കൊണ്ട് പറയപ്പെടുന്ന എന്താണ്? ഇന്ത്യയിലെ മുസൽമാന്റെ വല്ല എന്താ വെച്ചാൽ അജ്മീറിലെ ജാറം, അതുപോലെ തന്നെ മാഗൂറിലെ ജാറം, ഇവിടുത്തെ ജാറെന്ന
എന്നാൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളുമായിക്കൊണ്ട് യാതൊരു ബന്ധവുമില്ലാത്ത ജാറങ്ങളുമായിക്കൊണ്ട് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളായിക്കൊണ്ട് പരിചയപ്പെടുത്തുന്ന അവസ്ഥ നഊദുബില്ല. ഇതൊക്കെ ആഗ്രഹിക്കുന്നവർ പിന്നെ ഏറ്റവും അള്ളാഹുവിനക്ക് വെറുപ്പുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ രക്തം അന്യായമായി കൊണ്ട് ചിന്താൻ കൊതിക്കുന്നവർ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ പിന്നെ ബോംബ് സ്ഫോടനങ്ങൾ, അതുപോലെ തന്നെ വെടിവെപ്പുകളൊക്കെ ഉണ്ടായി. ഒക്കെ മുസ്ലിമിൻ പേരുകളാണ് പറയപ്പെടുന്നത്. നഊദുബില്ല. അല്ലാഹു ആലം എന്താന്ന് വസ്തുത ആർക്കും അറിയില്ല. കാരണം പ്രതികളെ പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇനി പിന്നെ ഏത് രീതിയിലാണെങ്കിൽ ഇസ്ലാമിനുമായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം റസൂലുള്ളാഹി പറയാണ്, ഒരു മനുഷ്യന്റെ രക്തം അന്യായമായി കൊണ്ട് ചിന്താൻ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നു. ചിന്ത മാത്രമല്ല, അവൻ ചിന്തിട്ടില്ല, ഒരാളെ കൊന്നിട്ടില്ല. പക്ഷെ അങ്ങനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നത് പോലും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ തെറ്റായി, കുറ്റമായി, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ കോപിഷ്ഠനായിക്കൊണ്ട്, അള്ളാഹ് അവനോട് ഏറ്റവും കൂടുതൽ കോപിക്കുന്നവനായിക്കൊണ്ട് അവൻ പരലോകത്ത് വരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പിന്നെ എങ്ങനെ അള്ളാഹിന്റെ കോപം കിട്ടിയിട്ട് ഒരാൾക്ക് സ്വർഗത്ത് കിടക്കാൻ കഴിയുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ആളുകളെ കൊല്ലുന്നത് സ്വർഗത്ത് കിടക്കാനും ഇസ്ലാമിന്റെ ജിഹാദാണെന്ന് വിചാരിച്ചിട്ടാണ് ചില ആളുകൾ ചെയ്യുന്നത്. നഊദുബില്ല, നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞെന്താ? അള്ളാഹ് ഒരു മനുഷ്യന്റെ രക്തം അന്യായമായി കൊണ്ട് ചിന്താൻ ആഗ്രഹിക്കുക എന്നത് തന്നെ അള്ളാഹിന്റെ അടുക്കൽ കോപത്തിന് കാരണമാകുന്ന കാര്യമാണ്. പിന്നെ ഞങ്ങൾ ചെയ്താൽ അള്ളാഹ്ക്ക് എത്ര കോപം ഉണ്ടാവും? അതൊരു മുസ്ലിമിന്റെ പോലും റസൂൽ പറഞ്ഞിട്ടില്ല. ദമിംബ്രിഇം, ഒരു മനുഷ്യന്റെ രക്തം എന്ന് പറഞ്ഞു. കാരണം മനുഷ്യന്റെ രക്തങ്ങൾ പവിത്രമാണ്. അത് പരസ്പരം ചിന്താൻ പാടില്ല. അത് ഒരാളെ അന്യായമായിക്കൊണ്ട് വധിക്കാൻ പാടില്ല. അതൊക്കെ ഇസ്ലാമിൽ ഒരുപാട് പ്രമാണങ്ങളോട് നമുക്ക് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹറമിന്റെ പവിത്രത പ്രവാചകൻ ഹദീസിൽ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ ആയുധങ്ങൾ കൊണ്ട് പ്രവേശിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുഹ്മല സിലാഹു ബിമക്ക, മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആയുധങ്ങളുമായിക്കൊണ്ട് അല്ലെങ്കിൽ യുദ്ധസന്നാഹങ്ങളുമായിക്കൊണ്ട് മക്കയിലേക്ക് പ്രവേശിക്കുന്നത് പ്രവാചകൻ വിരോധിച്ചിട്ടുണ്ട്. മാത്രമല്ല മസ്ജിദുൽ ഹറാമിന്റെ അടുക്കിൽ നിന്ന് പോലും വലാ തുഖാതിലുഹും ഇൻദൽ മസ്ജിദുൽ ഹറാം ഹത്താ യുഖാതിലുക്കും, ശത്രുക്കൾ നിങ്ങൾ ഈ ഹറമിന്റെ അടുത്ത് വെച്ച് നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കപ്പെട്ടെങ്കിലല്ലാതെ ഹറമിന്റെ അടുത്ത് വെച്ച് ഒരിക്കലും നിങ്ങൾ അങ്ങോട്ട് ആക്രമിക്കാൻ പാടില്ല. കാരണം അതിന്റെ പവിത്രത അത്രമാത്രം ഉണ്ട് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ഫഇൻ ഖാതലൂകും ഫഖ്തുലൂഹും കദാലിക ജസാഉൽ കാഫിരീൻ. അവർ ഇങ്ങോട്ട് ആക്രമിച്ചാൽ ഹറമാണ് നോക്കിക്കാൻ പാടില്ല. കാരണം മുസ്ലിമിന്റെ രക്തത്തിനും അതുപോലെ തന്നെ അവരുടെ ശരീരത്തിനും ജീവനും വലിയ വിലയുണ്ട്. അവിടെ ഹറമാന്റെ പവിത്രതയേക്കാൾ കൂടുതൽ പവിത്രത വിശ്വാസിയുടെ രക്തത്തിനാണ്. അതുകൊണ്ട് പിന്നെ ഹറമിന്റെ പവിത്രത അപ്പം അവിടെ നോക്കിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. അതല്ലെങ്കിൽ ഹറമിന്റെ പവിത്രത നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതായി കൊണ്ട് കാണാം. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു രാജ്യമാണ് മക്ക രാജ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പിന്നീട് നമുക്ക് വിശദീകരിച്ച് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷകൾ കഴിഞ്ഞു, റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും +2 അതുപോലെ തന്നെ SSLC വിദ്യാർത്ഥികൾ അവരുടെ ഭാവി ജീവിതവുമായി കൊണ്ട് ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മക്കൾ എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു സമ്പത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് അൽ ഔലാദു മിൻ കസ്ബിഹി. അവർ നല്ല നിലക്ക് വളരണമെന്നും ദീനിയായിക്കൊണ്ട് ജീവിക്കണമെന്നും ആഗ്രഹിക്കാത്ത, അതിനുവേണ്ടി പ്രാർത്ഥിക്കാത്ത രക്ഷിതാക്കൾ ഉണ്ടാവുകയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീനിയായ ചുറ്റുപാടുകളും അതുപോലെ തന്നെ ദീനിയായിട്ടുള്ള സ്ഥാപനങ്ങളെയും നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുകയും അതിനുവേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതും രക്ഷിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ജാമ്യകളുണ്ട്, അറബിക് കോളേജുകളുണ്ട്, അതുപോലെ തന്നെ ദീനിയായ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും ജാമ്യത്തുൽ ഹിന്ദ് പോലെയുള്ള നമ്മുടെ സ്ഥാപനങ്ങളുണ്ട്. അവിടേക്കൊക്കെ വിദ്യാർത്ഥികളെ ചേർക്കുന്ന അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രക്ഷിതാക്കൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. പലപ്പോഴും ആളുകളുടെ ധാരണ എന്താ ചോദിച്ചാൽ, അറബിക് കോളേജ് പഠിച്ചു കഴിഞ്ഞാൽ ഏറി വന്നാൽ ഒരു പള്ളിയിൽ മുഅദ്ദിനാവും, അല്ലെങ്കിൽ ഒരു ഖത്തീബാവും, അതിനപ്പുറത്തേക്കൊന്നും അവന് കിട്ടൂല എന്നൊരു മിഥ്യാധാരണ പൊതുവെ സമൂഹത്തിൽ
ചില ആളുകളുടെ എങ്ങനെയോ പകർന്നു വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് പൂർണ്ണമായും തെറ്റായ ധാരണയാണ്. മറ്റു ഭൗതിക കോഴ്സുകൾ പഠിച്ചാൽ കിട്ടുന്ന എല്ലാ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും നേടിയെടുക്കാൻ മാത്രമുള്ള ഡിഗ്രികൾ ഇന്ന് അറബിക് കോളേജുകളിലും നമ്മുടെ ജാമ്യകളിലൊക്കെ ലഭ്യമാണ്. എത്ര പേര് അവൻ IAS വരെ പോയി പിന്നെ അവന്റെ കാലിബർ ഉണ്ടെങ്കിൽ അവന് നേടിയെടുക്കാൻ പറ്റുന്ന കോഴ്സുകൾ തന്നെയാണ് നമ്മുടെ കോളേജിലൊക്കെ ഉള്ളത്. ദീനും കിട്ടും, ദുനിയാവും കിട്ടും. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ മനുഷ്യനായി തീരുകയും ഒരു പിന്നെ രണ്ട് ലോകത്തും വിജയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അതല്ലാതെ ദീനിന്റെ ഭാഗം പാടെ അവഗണിച്ച് ദുനിയാവിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസത്തിന് നമ്മൾ പിന്നെ ഒരു നിലക്കും ദീനിന്റെ സ്ഥാപനങ്ങളിലേക്കോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയച്ചില്ലെങ്കിലും മറ്റുള്ള സംവിധാനങ്ങളിലെയും ദീനിന്റെ ഒരു ചുറ്റുപാടിൽ നിന്ന് അവനെ പറിച്ചു നട്ടാലുണ്ടെന്ന അവസ്ഥ എന്താ ചോദിച്ചാൽ, പലപ്പോഴും വലിയ ഡിഗ്രികളും വലിയ PhDകളും വലിയ 6ഉം 7ഉം അക്കമുള്ള ശമ്പളവുമായി കൊണ്ട് വരുമ്പോൾ അവസാനം വാർദ്ധക്യ കാലഘട്ടത്തിൽ പിന്നെ രക്ഷിതാക്കളെ ഓൾഡ് ഏജ് ഹോമിലേക്കാകുന്ന അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന, അതിൽ രക്ഷിതാക്കൾ നോക്കാൻ സമയമില്ലാതെ അവസാനം കൂലിക്കാളെ നിർത്തുന്ന, അവർക്ക് ശമ്പളം അയച്ചു കൊടുക്കുന്ന, അവസാനം രക്ഷിതാക്കളുമായി കൊണ്ട് യാതൊരു ബന്ധവുമില്ലാത്ത, വാപ്പ എനിക്കിവിടെ വേറെ പണിയുണ്ട്, നിങ്ങളെ നോക്കാൻ ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന അവസ്ഥ വിദൂരമല്ലെന്ന് മാത്രമല്ലെന്ന് നമ്മുടെ നാടുകളിൽ നമ്മൾ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ നല്ലോണം ചിന്തിക്കേണ്ട അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ട സമയം കൂടിയാണ്. വിദ്യാർത്ഥികളും അതിനെ സംബന്ധിച്ച് ആലോചിക്കണം. കാരണം ഒരു ദീൻ പഠിച്ചതിന്റെ പേരിൽ ഒരാൾക്ക് ഒരു ഭൗതിക തടസ്സവും ഇന്ന് ഈ ദുനിയാവിൽ ഉണ്ടാവുകയില്ല. നമ്മൾ മനസ്സിലാക്കണം. ആ കാര്യം പ്രത്യേകമായി കൊണ്ട് സൂചിപ്പിക്കുന്നു. അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മദ്രസയിലേക്കുള്ള അഡ്മിഷന്റെ സമയമാണ്. അതുപോലെ നമ്മുടെ ജാമ്യയുടെ സംരംഭമായ സ്കൂൾ ഓഫ് ഖുർആൻ വലിയ പിന്നെ ചെറിയ മക്കളെ ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആന്റെ ഒരു പരിസരത്ത് വളർത്തിക്കൊണ്ടുവരികയും ഖുർആൻ ഹിഫ്ളാക്കുകയും ചെയ്യുന്ന വലിയ സംരംഭമാണ്. അതിനുവേണ്ടിയും നമ്മൾ നമ്മുടെ മക്കളെ കാര്യം ആലോചിക്കണമെന്ന് കൂടി അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് വരുന്ന 11-ാം തീയതി നമ്മുടെ സംസ്ഥാന സ്റ്റുഡൻസ് കോൺഫറൻസ് ആണ്. അതിന്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മക്കളെ ആ ഒരു ദിവസത്തെ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്യിപ്പിക്കാൻ എല്ലാ രക്ഷിതാക്കളും, അത് ആൺകുട്ടികളും പെൺകുട്ടികളും വിദ്യാർത്ഥികൾ പ്രായഭേദമന്യുള്ള ഒരു ഹൈസ്കൂൾ തലം മുതൽക്കുള്ള വിദ്യാർത്ഥികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം ഉണർത്തുന്നു. അതുപോലെ തന്നെ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നമ്മുടെ പള്ളിയുടെ കളക്ഷൻ എടുക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ചും സ്ത്രീകളോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ വളരെ പരിതാപകരമായ അവസ്ഥയാണ് സ്ത്രീകളുടെ ഭാഗത്തുള്ളത്. കൊണ്ട് ആ അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. പുരുഷന്മാർ നന്മ ചെയ്താൽ പുരുഷന്മാർക്ക് കിട്ടും, സ്ത്രീകൾ നന്മ ചെയ്താൽ സ്ത്രീകൾക്ക് കിട്ടും. മിൻദക്കരിൻ ഔൻസ എന്ന് 5-6 സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യുന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട് ആണിനെയും പെണ്ണിനെയും വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 4-5 സ്ഥലങ്ങളിൽ അങ്ങനെ തന്നെയാണ് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാ ആളുകളും ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് കൊടുത്തുന്നു. അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബങ്ങൾ അല്ലാഹു അവർക്കെല്ലാം സ്വർഗം നൽകി ആദരിക്കുമാറാവട്ടെ. അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا صيامنا وقيامنا يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين.